നമസ്കാരം. ധനുസ് പീസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണയായിട്ട് LGS, വെബ്കോ LD, മറ്റ് കേരള PSC എക്സാംസിനൊക്കെ കെമിസ്ട്രി ഭാഗത്തും പ്രധാനമായിട്ട് സയൻസ് ഭാഗത്തും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ വരുന്നൊരു ഭാഗമാണ് ആറ്റം എന്നൊരു കണ്ടൻറ്റ് വരുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് തുടർന്ന് ഐസോട്ടോപ്പ് മുതലായ കെമിസ്ട്രിയിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു കണ്ടൻറ്റാണ്. നോക്കാം നമുക്ക്. ആറ്റത്തിൻ്റെ 3 കണങ്ങൾ ഏതൊക്കെയാണ്? ഒരു ആറ്റത്തിലെ 3 കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, അതുപോലെ ഇലക്ട്രോൺ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയാണ് ആറ്റത്തിലെ 3 പ്രധാന കണങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായി ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായി ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റം കണ്ടുപിടിച്ച ആരാണ്? ജോൺ ഡാൾട്ടനാണ്. ജോൺ ഡാൾട്ടനാണ് ആറ്റം കണ്ടുപിടിച്ചത്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടനാണ്. അതുപോലെ തന്നെ ആറ്റത്തിലെ പ്രധാന കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ആണ്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജാണ്. ന്യൂട്രോണിൻ്റെ ചാർജ് ഇല്ല. ഇനി ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ആരാണ്? ന്യൂക്ലിയസ് ആണ് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത്. ഇനി ഈ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും മറ്റൊരു പേര് കൂടിയുണ്ട്. ഒന്നിച്ച് നമുക്ക് എങ്ങനെ പറയാം? മൗലിക കണങ്ങൾ എന്ന് പറയാറുണ്ട്. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേർന്ന് എന്ത് പറയാം? മൗലിക കണങ്ങളെന്നും പറയുന്നുണ്ട്. ഇനി അടുത്ത കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണ്. ഇതിൽ ന്യൂക്ലിയസിലെ കണങ്ങൾ ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിലെ കണങ്ങൾ. പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, ന്യൂക്ലിയസിൽ കാണപ്പെടുന്നുള്ളൂ. ഇലക്ട്രോൺസ് എവിടെയാണ് കാണപ്പെടുക? അതായത് അവർ ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിൻ്റെ കണമാണ്. അവരിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രോട്ടോൺ ന്യൂട്രോൺ ഇവിടെ കാണുന്നുണ്ടപ്പോൾ ന്യൂക്ലിയസിലാണ് കാണുക. ഇനി ആറ്റത്തിൻ്റെ ഭാരം കൂടിയ കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. എന്നാൽ ആറ്റത്തിൻ്റെ ഭാരം കുറഞ്ഞ കണം ആരാണ്? ഇലക്ട്രോൺസ് ആണ്. നെക്സ്റ്റ് കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? ആറ്റം കണ്ടുപിടിച്ചാരാണ്? ജോൺ ഡാൾട്ടനാണ് ആറ്റം കണ്ടുപിടിച്ചത്. ജോൺ ഡാൾട്ടൺ. ഇലക്ട്രോണോ? ജെ തോംസൺ. ന്യൂട്രോൺ? ജെയിംസ് ചാഡ്വിക്. പ്രോട്ടോൺ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചാരാണ്? ഏണസ്റ്റ് റുദർഫോർഡ്. പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചാരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഇനി ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ആരാണ്? ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണത്. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചാരാണ്? RS മില്ലിക്കിൻ ആണ്. അതുപോലെ തന്നെ ആധുനിക ആറ്റം മാതൃക കണ്ടുപിടിച്ചാരാണ്? നീൽസ് ബോർ ആണ്. പ്ലം പുഡിംഗ് മാതൃക അല്ലേ? ജെ തോംസൺ ആണ്. പ്ലം പുഡിംഗ് മാതൃക ജെ തോംസൺ ആണ്. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, വാട്ടർമെലൻ മാതൃക എന്ന് പറയാറുണ്ട്. വാട്ടർമെലൻ മാതൃക എന്ന് പറയും. അതുപോലെ തന്നെ റെസിൻ പുഡിംഗ് എന്ന് പറയാറുണ്ട്. വാട്ടർമെലൻ എന്നും റെസിൻ പുഡിംഗ് എന്നും എന്ത് പറയാറുണ്ട്? ഈ പ്ലം പുഡിംഗ് മാതൃകയ്ക്ക് പറയാറുണ്ട്. വാട്ടർമെലൻ മാതൃക, റെസിൻ പുഡിംഗ് മാതൃകയും അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃകയും കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. പ്ലം പുഡിംഗ് ജെ തോംസൺ. പ്ലം പുഡിംഗ് തോംസൺ. ഇനി ആറ്റത്തിൻ്റെ സ്ഥിരാനുപാത നിയമം അത് കണ്ടുപിടിച്ചാരാണ്? ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. സ്ഥിരാനുപാത നിയമം കണ്ടുപിടിച്ചാരാണ്? ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ഇനി ഐസോട്ടോപ്പ് എന്താണ്? ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളാണ് ഐസോട്ടോപ്പ്. അറ്റോമിക് നമ്പർ 1 വ്യത്യസ്ത മാസ് നമ്പറാണ് ഉള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളാണെന്ത്? ഐസോട്ടോപ്പുകളെന്ന് പറയുക. ഉദാഹരണം എടുത്താൽ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ അല്ലേ? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതൊക്കെ? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ നോക്കാം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷിയം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവയാണ് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ അല്ലേ? ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രോട്ടിയം എങ്ങനെയായിരിക്കും ഇരിക്കുക? അതായത് 1 അല്ലേ? 1H ആയിരിക്കും അതിൻ്റെ പ്രോട്ടിയം എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ ഇവിടെ എന്തില്ല? ന്യൂട്രോൺസ് ഇല്ല. പ്രോട്ടിയത്തിന് ന്യൂട്രോണുകൾ ഇല്ല. ഇനി ഡ്യൂട്ടീരിയം എന്താണ്? അതിൽ ഒരു ന്യൂട്രോൺ മാത്രമേ ഉള്ളൂ. അതായത് 2H1 ആണെന്ത്? ന്യൂട്രോൺ എഴുതുക. സോ അതിനെന്തില്ല? ഒരു ന്യൂട്രോൺ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രത്യേകത എന്താണ്? ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണെന്ത്? ഡ്യൂട്ടീരിയം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണെന്ത്? ഡ്യൂട്ടീരിയം. അത് 2H1 എന്നാണ് പറയുക. ഇനിയുള്ളത് ട്രിഷിയമാണ്. എന്തുകൊണ്ടായിരിക്കണം? 2 ന്യൂട്രോണുകൾ കാണപ്പെടുന്നു. 2 ന്യൂട്രോണുകളാണ് കാണപ്പെടുക.
ഇനിയുള്ള അടുത്തെന്താണ്? കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതൊക്കെയാണ്? കാർബണിൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? അതായത് 1 കാർബൺ 12, കാർബൺ 13, കാർബൺ 14 ഉപയോഗിക്കുക. 14 ഉപയോഗിക്കുക നമ്മൾ ഫോസിലുകളുടെ കാലപ്പഴക്കം, ഫോസിലുകളുടെയും പല ചരിത്രാവശിഷ്ടങ്ങളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പാണേത്? കാർബൺ 14 അല്ലേ? അപ്പോൾ അതിൽ ഫോസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ കാലമായിട്ട് മണ്ണിനടിയിലേക്ക് നമ്മൾ മരിച്ചു പോയ അവശിഷ്ടങ്ങളോ ജീവികളുടെയാകാം സസ്യങ്ങളുടെയാകാം വലിയ മരങ്ങളുടെയും അവശിഷ്ടങ്ങൾ വളരെ കാലമായി മണ്ണിനടിയിൽ കാണുന്നുണ്ട്. അവയെ നമുക്ക് എന്ത് വിളിക്കാം? ഫോസിൽ എന്നാണ് വിളിക്കുക അല്ലേ? അവരുടെയൊക്കെ അതായത് ഇപ്പോൾ ജുറാസിക് പാർക്ക് എന്ന് പറയുമ്പോൾ ഫോസിൽ ഡിനോസോറിൻ്റെ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മരങ്ങൾ താഴെ പോയിട്ടുണ്ടോ? അവയുടെയൊക്കെ അവശിഷ്ടങ്ങൾ കാണപ്പെടില്ലേ? അതാണ് എന്ത് നമ്മൾ വിളിക്കുന്നത്? ഫോസിൽ എന്ന് വിളിക്കുക. അതിൻ്റെയൊക്കെ കാലപ്പഴക്കം എത്ര വർഷം എടുത്തുള്ള കാലപ്പഴക്കം നമുക്ക് അതിൻ്റെ അസ്ഥികൂടങ്ങളിൽ നിന്നും അതുപോലെ അതിൻ്റെ എന്താ പറയുക മറ്റ് ഈ മരങ്ങളാണ് അതിൻ്റെ ചെറിയ ചെറിയ പാർട്സ് ഉണ്ടാകും. ചെറിയ പാർട്സ് മീൻസ് മൈന്യൂട്ട് തന്മാത്രകളുണ്ടാകും, ആറ്റങ്ങളുണ്ടാകും. അതിൻ്റെയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാലപ്പഴക്കങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഫോസിലുകളുടെ കാലപ്പഴക്കം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 14 ഉപയോഗിക്കുക. കാർബൺ 14 ഉപയോഗിക്കുക അല്ലേ? അപ്പോൾ 12 കാർബൺ അല്ലേ? 6 12 എന്ന് പറയുക. 13 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? 13 കാർബൺ, അതിൻ്റെ തന്മാത്ര 6 അല്ലേ? 14 എന്ന് പറയുമ്പോൾ 6 തന്നെയാണ്, നോക്കണം. 12, 13, 14. അപ്പോൾ കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതൊക്കെയാണ്? കാർബൺ 12 ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട് അല്ലേ? അപ്പോൾ ഫോസിലിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ചോദ്യമാണ് എപ്പോഴും. ഏതാണ് ചോദ്യം? ഏതാണ് ഉത്തരം നമുക്ക് വരിക? കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 14 ആണ്. കാർബൺ 14 ആകുന്നു. ഇനി എന്താണ്? മൂലകങ്ങളും സംയുക്തങ്ങളെയും കുറിച്ചുള്ളതാണ്. കുറച്ച് മൂലകങ്ങളുടെ കാര്യമാണ്. അതായത് മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകം ഏതാണ്? ഓക്സിജൻ. നമ്മുടെ ബോഡിക്കകത്ത് ഏറ്റവും കൂടുതലുള്ള മൂലകം എന്താണ്? ഓക്സിജനാണ്. അതുപോലെ തന്നെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്താണ്? ഓക്സിജനാണ്. പ്രപഞ്ചത്തിൽ ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ. അടുത്തത് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? നൈട്രജനാണ്. അടുത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം, നെഗറ്റിവിറ്റി കൂടിയ മൂലകം ആരാണ്? ഫ്ലൂറിനാണ്. ഇനി ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ആര് തന്നെയാണ്? ഫ്ലൂറിനാണ്. ഇനി നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഫ്രാൻസിയവും സീസിയവുമാണ്. ഫ്രാൻസിയം സീസിയമാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇത് റേഡിയോ ആക്റ്റീവ് വാതക മൂലകം ഏതൊക്കെയാണ്? റേഡിയോ ആക്റ്റീവ് വാതക മൂലകങ്ങൾ ആരൊക്കെയാണ്? റെഡോൺ ഒന്നാണെന്ത്? റേഡിയോ ആക്റ്റീവ് റെഡോൺ ആണ്. ഇനി റേഡിയോ ആക്റ്റീവായ ദ്രാവക മൂലകം എന്താണ്? ഫ്രാൻസിയം. ഏതാണത്? ഫ്രാൻസിയമാണ്. ഇവിടെ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ആയിരുന്നു? അസ്ഥിര മൂലകം എന്താണ്? ഫ്രാൻസിയമാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം ആര് തന്നെയാണ്? ഫ്രാൻസിയമാണ്. ഇനി ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ആരാണ്? ലെഡാണ്. ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ലെഡാണ്. ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള മൂലകം ഹീലിയമാണ്. ഇനി ആദ്യത്തെ കൃത്രിമ മൂലകം ആര് തന്നെയാണ്? ടെക്നീഷ്യമാണ്. കൃത്രിമ മൂലകം ആരാണ്? ടെക്നീഷ്യമാണ്. നെക്സ്റ്റ് വൺ, ഏറ്റവും ഉയർന്ന വൈദ്യുത ചാലകതയുള്ള ലോഹം ആരാണ്? വെള്ളിയാണ്. വൈദ്യുത ചാലകത വെള്ളിയിലാണ്. ഏറ്റവും അധികം നമ്മൾ ഷോക്ക് ഏൽക്കാൻ അല്ലെങ്കിൽ വെള്ളി ധരിച്ചാൽ അല്ലേ ഷോക്ക് ഏൽക്കാൻ ചാൻസ്, അല്ലെങ്കിൽ അതിലേക്ക് വൈദ്യുതി കടന്നു പോകും വേഗത്തിൽ. ഏറ്റവും ഉയർന്ന വൈദ്യുത ചാലകത ഉള്ള ലോഹം വെള്ളിയാണ്. ഏറ്റവും താഴ്ന്ന വൈദ്യുത ചാലകതയുള്ള ലോഹം ഏതാണ്? മാൻഗനീസാണ്. താഴ്ന്നതുള്ളത് മാൻഗനീസും ഉയർന്ന ചാലകത ഉള്ളത് ആർക്കുമാണ്? വെള്ളിക്കാണ്. വെള്ളി ഓപ്പോസിറ്റാണ് മാൻഗനീസ്. എപ്പോഴിൻ്റെ കാര്യത്തിലാണ്? ചാലകതയുടെ കാര്യത്തിൽ, വൈദ്യുത ചാലകതയുടെ കാര്യത്തിൽ. നെക്സ്റ്റ്, റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടിയ ശുദ്ധലോഹം ടങ്സ്റ്റനാണ് അല്ലേ? റെസിസ്റ്റിവിറ്റി മീൻസ് പ്രതിരോധിക്കാനുള്ള ശക്തി. വൈദ്യുത ബൾബിൽ ഉപയോഗിക്കാറില്ലേ? സോ റെസിസ്റ്റിവിറ്റി പ്രതിരോധിക്കാനുള്ള ശക്തി ഏറ്റവും കൂടിയ ശുദ്ധലോഹം ആരാണ്? ടങ്സ്റ്റനാണ് അല്ലേ? ഇനി ഒരെണ്ണം കൂടി, ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആരൊക്കെയാണിത്? കാർബണും ഹൈഡ്രജനുമാണ്.
കാർബണും ഹൈഡ്രജനും ഇല്ലേ. എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇല്ലേ, പഞ്ചസാര, ഷുഗർ, അതിനകത്ത് ഗ്ലൂക്കോസിലൊക്കെ കാർബൺ 6 ഇല്ലേ, H12O6. അപ്പോൾ മാംസ്യം എടുത്താലും അതൊക്കെ തന്നെയാണ് സിയും എച്ചും ഏറ്റവും കൂടുതൽ കാണുക. അപ്പം ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആരൊക്കെയാണ്? കാർബണും ഹൈഡ്രജനും ആകുന്നു. സോ താങ്ക് യു ഫോർ ഇറ്റ്. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ